എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു വീട് വയ്ക്കാനുള്ള സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴോ അതല്ല എങ്കിൽ നമ്മൾ വാങ്ങുമ്പോഴോ അതുമല്ല എങ്കിൽ അത് സ്ഥലം റീഷേപ്പുള്ള സ്ഥലങ്ങൾ ഷേപ്പാക്കിയോ വേണം നമ്മൾ വീട് വയ്ക്കാൻ. അത് ഇതിപ്പം ഒരു ചെറിയ സ്ഥലത്തിൻ്റെ ഒരു ഫിഗറാണ് ഇത് കിഴക്ക്. ഈ കിഴക്ക് ഒരു കാരണവശാലും ഉയർന്നും പടിഞ്ഞാറേക്ക് താഴ്ചയുള്ളതുമായ ഭൂമി വീട് വയ്ക്കാൻ അത് കൊള്ളുകയില്ല. രണ്ട്, തെക്കോട്ട് താന്നോ തെക്ക് ഗർത്തമോ ആയ ഭൂമിയും വടക്ക് ഉയർന്നും മലകളോടും കൂടിയതുമായ ഭൂമിയും വീട് വയ്ക്കാൻ തിരഞ്ഞെടുക്കരുത്. അത് നമ്മൾ അങ്ങനെയുള്ള ഭൂമി ഒന്നുകിൽ നമ്മൾ റീഷേപ്പ് ചെയ്യുക, അതല്ലെങ്കിൽ അത് കൃഷി ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വീട് വയ്ക്കാനുള്ള സ്ഥലം നമ്മൾ വേറെ തിരഞ്ഞെടുക്കുകയായിരിക്കും നല്ലത്. ഇത് വീട് നമ്മൾ ഒന്നാമതേ വീട് വെക്കുക എന്ന് പറഞ്ഞാൽ ടെൻഷനാണ്. പിന്നീടുള്ള പൈസ കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ടെൻഷനായിരിക്കാം. അതിൻ്റെ കൂടെ ഒന്നിൻ്റെ പുറകെ ഒരു തള്ള് എന്ന് പറഞ്ഞതുപോലെ വീടിൽ നമ്മൾ വെക്കാനുള്ള സ്ഥലങ്ങൾ കുറച്ച് ഏറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ആ വീടിന് വേണ്ടി ഉപയോഗിക്കാനുള്ള സ്ഥലത്തിൻ്റെ കൃത്യ സെൻറ്ററിലൊന്നും പോയി കിണർ, ബാത്റൂമോ ഒക്കെ നിർമ്മിച്ചിട്ട് പിന്നീട് നമ്മൾ വീട് വെക്കാനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ അതും അത്ര നല്ലതല്ല. കിഴക്കോട്ട് ചായ്വുള്ള ഭൂമിയാണ് എപ്പോഴും വീട് വെക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതേപോലെ തന്നെ വടക്കോട്ടും ചെറിയ ചായ്വുള്ള ഭൂമി തിരഞ്ഞെടുക്കണം. തന്നെയുമല്ല, ഈ വീട് വെക്കേണ്ട സ്ഥലത്ത് ഇപ്പം ഹിന്ദുക്കളുടെയൊക്കെ സ്ഥലമാണെങ്കിൽ ആ സ്ഥലത്ത് ആരെങ്കിലും അടക്കം ചെയ്തിട്ടുള്ള അസ്ഥികളോ എല്ലുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിടക്കുന്നത് അതും നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ എങ്കിൽ പോലും അത് നമ്മൾ കണ്ടുപിടിച്ച് അത് കുഴിച്ച അസ്ഥികളെല്ലാം മാറ്റി ആ മണ്ണ് സഹിതം മാറ്റി വേറെ മണ്ണ് ഫില്ല് ചെയ്തിട്ട് വേണം. അത് ഓരോരുത്തരുടെയും വിശ്വാസപ്രകാരം ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്ത് വേണം നമ്മൾ ഒരു വീടിൻ്റെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വീട് വെച്ച് കഴിയുമ്പോൾ വരവിനേക്കാളുപരി ചെലവാകുക. പിന്നെ രോഗദുരിതങ്ങൾ 100 രൂപ കിട്ടിയാൽ 1000 രൂപ ചെലവാകുന്നത്, ആശുപത്രി കേസുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ടുണ്ടാകുന്നു. അങ്ങനെ ഒരു പിശാച് എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടോ അതേ രീതിയിലുള്ള നെഗറ്റീവായ പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കും. അതേപോലെ തന്നെയാണ് ആഥാമ കണക്കിലും മരണച്ചുറ്റിലും വീടുണ്ടാക്കുമ്പോഴും ഇതേ കാര്യങ്ങൾ നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ തെക്ക് കിഴക്ക് ഉയർന്നും വടക്ക് പടിഞ്ഞാറ് താന്നും ഇരിക്കുന്നതും അതും പൈശാചികമായ പീഡകൾ ഒന്നിനു പുറകെ ഒന്നായിട്ടുണ്ടാകുകയും ഇടി, കാറ്റ്, അങ്ങനെ അന്തരീക്ഷങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ വളരെ നെഗറ്റീവായിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കും. കറണ്ട് ചാർജൊക്കെ കണ്ടമാനം കൂടുക. പിന്നെ ഇടി വെട്ടുമ്പോഴൊക്കെ ഒരു കാരണവുമില്ലാതെ ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ കേടുവരിക. പിന്നെ അങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെയുള്ള കിടക്കുന്ന ഭൂമിയിലുണ്ടാകും. അത് നമ്മൾ ഇതിൻ്റെ അനുസരിച്ച് റീമേക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഷേപ്പ് ലെസ്സായ ഭൂമി ഷേപ്പ് ഫുള്ളാക്കി എടുത്ത് വേണം നമ്മൾ ഓരോന്നും ചെയ്യാൻ.